ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കുറേ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആത്മകഥയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വേണ്ടേ ഒരു വ്യക്തി സ്വന്തം കഥ എഴുതുന്നതാണ് ആത്മകഥ. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണന്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ നാടുകടത്തൽ. അദ്ദേഹത്തെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയതിന് നാടൻ കടത്തി. അപ്പോൾ എൻ്റെ നാടുകടത്തൽ ഒരു പത്രാധിപനായിരുന്നു. അപ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണൻ, സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ പത്രാധിപൻ. അപ്പോൾ എൻ്റെ നാടുകടത്തൽ. ഇനി മറ്റൊരു ചോദ്യം ഏതാണെന്ന് വെച്ചാൽ കെ പി കേശവമേനോന്റെ ആത്മകഥ. മുഴുവൻ ഞാൻ പറയുന്നില്ല. കെ പി കേശവമേനോന്റെ ആത്മകഥ കഴിഞ്ഞ കാലം. അപ്പോൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ കൊഴിഞ്ഞ ഇലകൾ. കെ പി കേശവമേനോന്റേത് കഴിഞ്ഞ കാലമാണെങ്കിൽ ജോസഫ് മുണ്ടശ്ശേരിയുടേത് കൊഴിഞ്ഞ ഇലകൾ. മുണ്ടശ്ശേരി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അല്ലേ? ആരായിരുന്നു? നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കേരളത്തിലെ. അദ്ദേഹം മന്ത്രി സ്ഥാനമൊക്കെ അല്ലെങ്കിൽ ഭരണമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് അദ്ദേഹം ആറ്റുനോറ്റുണ്ടാക്കി വളർത്തിയ ഒരു മരത്തിലെ ഇലകളൊക്കെ അങ്ങ് കൊഴിഞ്ഞു പോയിരുന്നു. കുറേ കാലമായില്ലേ ഭരിക്കാൻ പോയിട്ട്. അപ്പോൾ അങ്ങനെ ഓർക്കുക. ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ ഓർത്തത്, കൊഴിഞ്ഞ ഇലകൾ. ഇനി വി ടി ഭട്ടതിരിപ്പാടിനെ നമ്മൾ ഓർക്കണം, കിനാവും കണ്ണീരും. വി ടി ഭട്ടതിരിപ്പാടിൻ്റെത് കിനാവും കണ്ണീരും. ചങ്ങമ്പുഴയുടേത് തുടിക്കുന്ന താളുകൾ. ചങ്ങമ്പുഴയുടെ ആത്മകഥ തുടിക്കുന്ന താളുകൾ. മാധവിക്കുട്ടീൻ്റെ നിങ്ങൾക്കറിയാം എൻ്റെ കഥ. തോപ്പിൽ ഭാസി ഒളിവിലൊക്കെ പോയിരുന്നു. അപ്പോൾ തോപ്പിൽ ഭാസിയുടേത് ഒളിവിലെ ഓർമ്മകൾ. പി കേശവദേവിൻ്റെത് എതിർപ്പ് കേട്ടോ, എതിർപ്പ്. തിക്കോടിയൻ്റെത് അരങ്ങു കാണാത്ത നടൻ. തകഴിയുടേത് എൻ്റെ വക്കീൽ ജീവിതം. ജി ശങ്കരക്കുറുപ്പിൻ്റെത് ഓർമ്മയുടെ ഓളങ്ങളിൽ. കണ്ണീരും കിനാവും ആരുടേതാണ്? ബി ടി ഭട്ടതിരിപ്പാടിൻ്റെത്. ഇനി നിങ്ങൾക്ക് ഒരു ചോദ്യം, കുഞ്ഞുണ്ണി മാഷിന്റെ ആത്മകഥയുടെ പേരെന്താണ്? കമന്റ് ചെയ്യുക കേട്ടോ. കുഞ്ഞുണ്ണി മാഷിന്റെ ആത്മകഥയുടെ പേര് എല്ലാവരും കമന്റ് ചെയ്യുക. നിങ്ങൾ മാരത്തോണൊക്കെ കാണണം. സോ ഇതിലേതെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മിസ്സിന്റെ വീഡിയോന്റെയും ഷോർട്ടിന്റെയും ഒക്കെ ഇടയിൽ കുറേ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കമന്റ് ചെയ്തേക്കണേ, എക്സാം ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. മിസ് ഇങ്ങനെ ചോദ്യങ്ങളുമായിട്ട് വരാം കേട്ടോ.